ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഡെയിലി ബൂസ്റ്ററിൻ്റെ ഡേ 59 ഇന്ന്. 117/22 എന്ന് പറയുന്നത് നമ്മുടെ SI മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ആസ് യൂഷ്വൽ നമ്മുടെ മാത്സിലേക്ക് പോകാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. 0.3 0.6 ഇവിടെ എന്താണ്, ഇവിടെ ഒരു ബാർ ഇട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 0.3 0.6 ഒരു ബാർ ഉണ്ട് അല്ലെ. 0.75 അടുത്ത എന്താണ് 1.01 ബാർ എന്ന് പറയും. ഇവിടെ എന്താണ് ഇതിനെ യുക്തിസഹമായ രൂപത്തിൽ വീണ്ടും എഴുതുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറയുന്ന 0.3 നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 3/10 എന്ന് എഴുതാം. ഈ 0.75 നമുക്ക് 75/100 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതിനെ നമുക്ക് വീണ്ടും കട്ട് ചെയ്യുമ്പോഴേക്കും 3/4 എന്നായിട്ട് വരും. ഇത് രണ്ടും നമുക്ക് ഓക്കെ ആണ്, അറിയാം. അപ്പൊ എന്താണ് ഈ 0.6 ഈ ഒരു ബാർ ഇട്ട് തരുന്നത്? ഇതിന്റെ മീനിങ് 0.666666 ഈ 6 എന്ന് പറയുന്ന സംഖ്യ അവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇതിനെ എഴുതേണ്ടത്? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് അല്ലേ റിപ്പീറ്റ് ചെയ്യുന്നത്, അപ്പൊ നേരെ ആ നമ്പർ എന്താണോ അത് എടുത്തെഴുതുക, ഡിവൈഡ് ബൈ 9 ചെയ്താൽ മതി. ഇത് ചെയ്യാനായിട്ട് കുറെ റൂളൊക്കെ ഉണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. എക്സ് ആക്കി കൊടുക്കുക, x = 0.6 എന്ന് കൊടുക്കുക, പിന്നെ അത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾ അതൊന്നും നോക്കണ്ട. 0.222 ഇങ്ങനെതാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 2/9 എന്ന് എഴുതാം. 0.3333 എന്നാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 3/9 എന്ന് എഴുതാം. ഓക്കെ, അതായത് തന്നിരിക്കുന്ന ഒരൊറ്റ നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ. എങ്കിൽ ഇങ്ങനെയാണെങ്കിൽ 0.212121 ഇങ്ങനെയാണ്. അതായത് നമുക്ക് ഇങ്ങനെയായിരിക്കും തരുന്നത്. 0.21 ഇങ്ങനെ ഒരു ബാർ ഇട്ട് തരും. ഇവിടെ 2ഉം 1ഉമാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെയ്യേണ്ടത് 21 ഇവിടെ 2 ഡിജിറ്റ് ആണ്. സോ എന്ത് ചെയ്യുക? 99 എന്ന് എഴുതുക. ഇതാണ് ഇതിന്റെ ബേസിക് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അത്രയും ഓർത്താൽ മതി. അപ്പൊ ഇവിടെ 0.6 നമുക്ക് 6/9 എന്ന് എഴുതാം. അതിന് നമുക്ക് എഗെയിൻ നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 2/3 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്തെഴുതാം? 2/3 എഴുതാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, 3/10 ഉണ്ട്, 2/3 ഉണ്ട്, 3/4 ഉണ്ട്. അവിടം വരെയും ശരിയാണ്. ഓക്കെ, അവിടം വരെയും ഒരേപോലെ വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. 3/10, 2/3, 3/4. അപ്പൊ ഇത് രണ്ടുമല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഇവിടെയും നിങ്ങൾ തെറ്റിക്കും. ഇവിടുത്തെ ആൻസർ ഏതാണ്? ഇവിടെ നമ്മൾ എല്ലാവരും ഇതിലേക്ക് അങ്ങ് പോകും. പക്ഷെ ആൻസർ ഓപ്ഷൻ സി ആണ്. കാര്യം ഈ പറയുന്ന 1.01 എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ ആണ് അല്ലേ. ഇവിടെ എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ഇവിടെ 1 ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. 01010101 എന്ന് റിപ്പീറ്റ് ചെയ്ത് പോകും. 1.01 1.010101 ഇതാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ ഈ ഒരു 1 ഇവിടെ ആദ്യം ഉണ്ട്, അതിനെ പ്ലസ് ഇവിടെ എന്ത് ചെയ്യണം? 0.1 ഡിവൈഡഡ് ബൈ 99 എന്ന് വരും. അതായത് 1 + 1/99 എന്ന് വരും. 99 × 1 എന്ന് പറയുമ്പോൾ 99 ആണ്. പ്ലസ് 1 ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്നത് 100 അല്ലല്ലോ 99 100/99 എന്ന് വരും. സോ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 100/99. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. ഇവിടെ നിങ്ങൾ ഇതിലേക്ക് പോകരുത്. വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു തന്നല്ലോ. ഇവിടെ 0.01 മാത്രമാണ് അവിടെ എന്ത് റാഡിക്കൽ തന്നിരിക്കുന്നത്. അതായത് ഇത്രയും ഉള്ളൂ. ഇതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, 2 എണ്ണം ഉള്ളത് കൊണ്ട് ആ 2 നമ്പർ എടുത്തെഴുതുക, ഡിവൈഡ് ബൈ 99 ചെയ്യുക. ഇനിയിപ്പോ നമുക്ക് തരുവാണ് 1.234 ഇട്ടിട്ട് ഒരു ബാർ തന്നാൽ അതിന്റെ മീനിങ് എന്താണ്? ഇതാണ് 1.234 234 234 ഇങ്ങനെയായിരിക്കും അത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 1 + 2 3 4 ഡിവൈഡ് ബൈ 999 എന്ന് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 9^(x-3) = 27^4 - x ആയാൽ എക്സിന്റെ വാല്യൂ എത്ര? 9^(x-3) = 27^4 - x ആണ്. ഇവിടെ നമുക്ക് 9നെ നമുക്ക് 3യുടെ ടേബിളിലേക്ക് എഴുതുമ്പോഴേക്കും എന്താണ് 3² എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. 3² എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? x-3 ഉണ്ട്. 27നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 3³ എന്ന് എഴുതാം. അതെന്ന് പറയുന്നത് 3³ (4 - x) എന്നായിട്ട് മാറി. കണ്ടാ, ഇത് 27 ആണ്, ഇത് 9 ആണ്. ഇവിടെ നമ്മൾ നോർമലി പഠിക്കുന്ന ഐഡന്റിറ്റി എന്താണ്? a⁻m⁴n എന്ന് പറയുന്നത് a⁻m × n ആണ്. ഓക്കെ, ഇനി a⁻m
അതേപോലെ തന്നെ നമുക്കിവിടെ ആ ഒരു ഐഡന്റിറ്റി മാത്രം മതി. അതേപോലെ നമുക്ക് പഠിക്കുന്നതാണ് എ പവർ എം ഇൻറ്റു എ പവർ എൻ എന്ന് പറഞ്ഞാൽ എ പവർ എം പ്ലസ് എൻ ആണ്. അങ്ങനെ കുറെ ഐഡന്റിറ്റീസ് ഉണ്ട് എക്സ്പോണൻസിന്. ലോ ഓഫ് എക്സ്പോണൻസ്, കൃത്യങ്ക നിയമങ്ങൾ എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 2x മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് 6 എന്ന് വരും. ഇസ് ഈക്വൽ ടു 3 പവറിൽ 4 ഇൻറ്റു 3 12 ആണ്, മൈനസ് 3x എന്ന് വരും. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ബേസ് രണ്ടും സെയിം ആണ്, പവേഴ്സ് ആണ് ഇവിടെ വ്യത്യാസം അല്ലെ. അപ്പൊ നമുക്ക് പവേഴ്സിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. 2x മൈനസ് 6 എന്ന് പറയുന്നത് 12 മൈനസ് 3x ആണ്. ഇത് നേരെ ഇപ്പുറം വരുമ്പോ എന്ത് വരും? 2x പ്ലസ് 3x എന്ന് പറയുന്നത് 12 പ്ലസ് 6 ആണ്. സോ ആൻസർ വരേണ്ടത് 5x എന്ന് പറയുന്നത് 18 ആണ്. x എന്ന് പറയുന്നത് 18 ഡിവൈഡ് ബൈ 5 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പ്ലസ് എന്നാൽ ഡിവിഷൻ, പ്ലസ് എന്നാൽ ഡിവിഷൻ ആണ്. ഇൻറ്റു എന്നാൽ മൈനസ്, മൈനസ് എന്നാൽ പ്ലസ് ആയാൽ 20 പ്ലസ് 4 ബ്രാക്കറ്റ് ഉണ്ട് ഇൻറ്റു 6 മൈനസ് 1 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? 20 ഡിവൈഡ് ബൈ 4 ഇൻറ്റുവിന് പകരം മൈനസ് ഇട്ട് കൊടുക്കുക, 6. അടുത്ത് എന്ത് വരും? ഇവിടെ മൈനസിന് പകരം പ്ലസ് ഇട്ട് കൊടുക്കുക. ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കും എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഡിവിഷൻ. ബ്രാക്കറ്റിനുള്ളിൽ എന്താണ് വന്നിരിക്കുന്നത്? 20 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്ന 5 ആണ്, മൈനസ് 6 പ്ലസ് 1. 5 1 6 ആണ്, 6 മൈനസ് 6 എന്ന് പറയുന്നത് 0. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. 2 3 106 177, 2 3 106 177 56 18 10 443 എന്ന ശ്രേണിയുടെ അടുത്ത 2 അക്കങ്ങൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കുറച്ച് നോർമലി ചെയ്യാൻ സാധ്യത കുറവാണ്. കാര്യം ഇതിന്റെ റിലേഷൻ എന്ന് പറയുന്നത് ഇതിനെ എന്താണ് ഇൻറ്റു 53 ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. പിന്നെ എന്ത് ചെയ്തു? ഇതിനെ ഇൻറ്റു 53 ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. സോ നമുക്ക് അടുത്ത വേണ്ടത് ഇതിനെ ഇൻറ്റു 53 ചെയ്യണം. അപ്പൊ നമുക്കിത് ഇവിടുത്തെ നമ്പർ കിട്ടും. ഇവിടുത്തെ നമ്പർ 56 18നെ 53 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 29 77 54 എന്നുള്ളതാണ്. സോ ഇത് രണ്ടുമല്ല ആൻസർ, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്. അപ്പൊ എന്തായാലും ഇത് മൾട്ടിപ്ലൈ ചെയ്തേ പറ്റൂ. ഇനി ഇവിടെ നോക്കാം നമുക്ക് എന്താണ് റിലേഷൻ എന്നുള്ളത്. 3നെ 59 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഈ പറയുന്ന 177 കിട്ടുന്നത്. 177നെ ഈ പറയുന്ന 59 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഈ പറയുന്ന 10 443 കിട്ടുന്നത്. സോ അടുത്തതിന് എന്ത് ചെയ്യണം? ഇൻറ്റു 59 ചെയ്യണം. അപ്പൊ അതിനെ 59 കൊണ്ട് ഗുണിക്കുമ്പോൾ 61 61 37 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 60 ഡിഗ്രി കോൺ ഉണ്ടാക്കുന്ന ഒരു ഭീമാകാരമായ പിസാ കഷ്ണത്തിന്റെ വിസ്തീർണം 77/3 സെന്റിമീറ്റർ ചതുരാകൃതിയാണ്. അതായത് ചതുരാകൃതി എന്നല്ല കേട്ടോ, ശരിക്കും അതിന്റെ ഇംഗ്ലീഷിൽ ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അതാണ് ചോദിച്ചിരിക്കുന്നത്. ചതുരാകൃതി എന്നല്ല പറയുന്നത്, ചതുരശ്ര സെന്റിമീറ്റർ ആണെന്നുള്ളതാണ്. പിസാ കഷ്ണത്തിന്റെ ആരം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 60 ഡിഗ്രി കോൺ ഉണ്ടാക്കുന്ന പിസാ കഷ്ണം. പിസ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് റൗണ്ടിലാണ്, അതിന്റെ ഒരു പീസ്. ഓക്കെ, ഈ പീസ് 60 ഡിഗ്രി ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ റേഡിയസ് അല്ലല്ലോ, എന്താണ്? വിസ്തീർണമല്ലേ തന്നിരിക്കുന്നത്. വിസ്തീർണം 77/3 ആണ്. അതായത് ഏരിയ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ആരം എത്രയെന്നാണ്. അതായത് നമുക്കറിയാം ഇതൊരു സെക്ടർ ആണ് അല്ലെ. സെക്ടറിന്റെ ഏരിയ, സെക്ടർ അഥവാ വൃത്താംശം എന്ന് പറയും. ഓക്കെ, അപ്പൊ സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നോർമലി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പൈ ആർ സ്ക്വയർ ആണ്. ഇൻറ്റു ഇവിടെ എന്ത് ചെയ്യണം? ടോട്ടൽ ഇവിടുത്തെ ആംഗിൾ 360 ആണല്ലോ. അതിൽ എത്രയുണ്ട്? 360 ആണ് ടോട്ടൽ. അതിന്റെ 60 ഭാഗമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പൊ എന്ത് ചെയ്യണം? സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് സർക്കിളിന്റെ ഏരിയ ഇൻറ്റു ആ എത്രയാണോ ഭാഗം എന്നുള്ളത് ചെയ്താൽ മതി. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. 77/3 തന്നിട്ടുണ്ട്. ഓക്കെ, അതെന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 0 0 ഒക്കെ കട്ടായി പോകും. ഇവിടെ 6 36 6 തവണയാണ്. സോ നമുക്ക് നേരെ ഇതിനെ എല്ലാത്തിനും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഇവിടെ ഇൻറ്റു 6 വരും. ഇവിടെ ഇൻറ്റു ഇവിടെ എന്ത് വരും? ഡിവൈഡഡ് ബൈ പൈ എന്ന് പറയുന്നതിനെ ഇവിടെ ഡിവൈഡ് ബൈ പൈ എന്ന് വരും. ഇവിടെ നമുക്കറിയാം 77 ഇൻറ്റു 6/3 ഇൻറ്റു 22/7 എന്ന് വരും. പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 22/7 ആണ്. 6/പൈ എന്ന് പറഞ്ഞാൽ ഇവിടെ മീനിങ് 6/22/7 ആണ്. ഇങ്ങനെ വരുമ്പോൾ ചെയ്യുന്നത് എന്താണ്? 6 ഡിവൈഡ് ബൈ 22/7. ഇങ്ങനെ വരുമ്പോൾ തിരിച്ചിട്ട് ഗുണിക്കാന്ന് പറയും. 6 ഇൻറ്റു 7/22 എന്ന് വരും. അതാണ് ഈ ചെയ്തിരിക്കുന്നത്. നേരെ ഇത് നേരെ മേലോട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് കിട്ടേണ്ടത്.
ഇതാണ് എന്ത് ആർ സ്ക്വയർ എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്ന് കട്ട് ചെയ്യാം. ഇതും ഇതും കൂടി കട്ടായി പോകും 2 തവണ. ഇനി അടുത്ത ഏതാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത്? ഇത് 22ഉം 77ഉം കൂടി 11ൽ കട്ടായി പോകും അല്ലെ. എത്ര തവണയാണ്? 11ൽ. ഇവിടെ 2 തവണയുണ്ട്. ഇവിടെ എത്രയാണ്? 7 തവണ വരും. ഈ രണ്ടും കൂടി കട്ടായി പോകും. ബാക്കി ആൻസർ ആയിട്ട് വരേണ്ടത് ആർ സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണെങ്കിൽ ആർ എന്ന് പറയുന്നത് √49 ആണ്. അതായത് ആറിന്റെ വാല്യൂ, റേഡിയസ്, ആരം എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഇപ്പൊ വൃത്താംശം അല്ലെങ്കിൽ സെക്ടറിന്റെ ഏരിയയാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2πr ആണെന്നുള്ളത്. അല്ല, പൈ ആർ സ്ക്വയർ ഇൻറ്റു 60 θ/360. ഇതാണ് ഇക്വേഷൻ കേട്ടോ. പൈ ആർ സ്ക്വയർ ഇൻറ്റു θ/360. തീറ്റ എന്ന് പറയുന്നത് ഈ ആംഗിൾ എത്രയാണോ അതാണ്. 0.6 ബാർ, 0.60, 0.66 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. വ്യത്യസ്തമായതാണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ക്വസ്റ്റൻ അല്ലെ. 0.6 ബാർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? 0.6666 എന്നാണ്. 0.60 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാണ് ബാർ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? 0.60 എന്നുള്ളതാണ്. ഇവിടെ 0.66 ബാർ ഇട്ട് തന്നു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? 0.666 ഉണ്ടാ, ഇതാണ് അതിന്റെ മീനിങ്. 0.666 ബാർ ഇട്ട് തന്നു കഴിഞ്ഞാൽ അവിടെ 3 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 666 666 ഇങ്ങനെയാണ് വരേണ്ടത്. ഇവിടെ വ്യത്യസ്തമായത് ഏതാണ്? ഇത് മാത്രമാണ് ഇവിടെ വ്യത്യസ്തമായത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. എൻ സംഖ്യകളുടെ ഗുണിതം. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ആണ്. രാജു തന്റെ ഓഫീസിൽ നിന്ന് വടക്ക് ദിശയിലേക്ക്, നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? തെക്കും വടക്കും ഒക്കെ പഠിക്കണം അല്ലെ. നോർത്ത്, സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ് ആണ്. രാജു തന്റെ ഓഫീസിൽ നിന്ന്, ഇതാണ് രാജുവിന്റെ ഓഫീസ്, അവിടെ നിന്ന് വടക്കോട്ട് എത്ര പോകുന്നുണ്ട്? 3 മീറ്റർ പോയി. അവൻ ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആന്റി ക്ലോക്ക് വൈസ് ആണെന്ന്. ഇടത്തോട്ട് തിരിഞ്ഞിട്ട് വീണ്ടും 3 മീറ്റർ പോയി. പിന്നീട് എന്ത് ചെയ്തു? വലത്തോട്ട് തിരിഞ്ഞിട്ട്, ഇങ്ങനെ ഇരിക്കുന്ന സാധനം പിന്നെ ഇങ്ങോട്ടേക്കാ പോകുന്നത്? വലത്തോട്ടാണ്. ഇങ്ങനെ ഇരിക്കുന്ന ക്ലോക്ക് വലത്തോട്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്ലോക്ക് വൈസ് ആണ്. ഇങ്ങനെ ഇരിക്കുന്ന ക്ലോക്ക്, പൊമ്പലിരിക്കുന്ന ക്ലോക്ക് മുകളിലോട്ടല്ലേ പോകേണ്ടത്. വീണ്ടും വലത്തോട്ട് 1 മീറ്റർ പോയി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രാജു ഓഫീസിൽ നിന്ന് എത്ര ദൂരത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എത്ര ദൂരത്തിലാണ്? അപ്പൊ നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈപ്പോട്ടനൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. ഇവിടെ നമുക്കറിയാം എന്താണ് ഇതെന്ന് പറയുന്നത് 3 ആണല്ലോ, ഇതെന്ന് പറയുന്ന 1 ആണല്ലോ. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടും. ഇവിടെ 4 വരും, ഇവിടെ 3 വരും. ഈ ഹൈപ്പോട്ടനൂസ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടനൂസ് അഥവാ കർണം എന്ന് പറയുന്നത് എന്താണ്? കർണം എന്ന് പറയുന്നത് √ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. √9 + 16 ആണ്. √25 ആണ്. 5 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ബിയുടെ ഭാര്യയാണ് പി. ഓക്കെ. അപ്പൊ ഇത് ബി, ഇത് പി. ബിയുടെ ഭാര്യയാണ് ആരെന്ന് പറയുന്നത്? പി എന്ന് പറയുന്നത്. സിയുടെ ഭർത്താവാണ് ഡി. അപ്പൊ വേറെ 2 പേരാണ്. ഇത് സി ആണ്, ഇവിടെ ഡി ഉണ്ട്. ഇവിടെ തിരിച്ചെഴുതാം. ഇവിടെ ഡി എഴുതാം, ഇവിടെ സി എഴുതാം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഡിയുടെ ഭാര്യയാണ് സി എന്ന് മനസ്സിലായി. ഡിയുടെ മകനാണ് ബി. ഇത് ഡിയുടെ മകനാണ് ബി എങ്കിൽ പി എങ്ങനെ സിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേ ഇത്രയുള്ള സംഭവം. 2 ഭാര്യയും ഭർത്താക്കന്മാരാണ് അല്ലെ. അതായത് ആരൊക്കെയാണ്? സി ഡി എന്ന് പറയുന്ന 2 ആൾക്കാര്. അവരുടെ മകനാണ് ബി എന്ന് പറയുന്നത്. ബിയുടെ ഭാര്യയാണ് പി. അപ്പൊ ഇവര് തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? അവരുടെ ബന്ധം എന്ന് പറയുന്നത് അമ്മായിയമ്മയാണ് അല്ലെ. ഇത് അമ്മ, ഇത് ബിയുടെ അമ്മ, ഇത് ബിയുടെ അച്ഛൻ. ഇതാരാണ്? ഇത് അമ്മായിയമ്മയാണ്. അപ്പൊ എന്ത് വേണം? പിയുടെ അമ്മായിയമ്മയാണ് സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ക്യാറ്റ് എന്നത് WCD എന്നും പെൻ എന്നത് QGQ എന്ന എലക്ട്രിക്സ് എന്നുള്ളത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാറ്റ് എന്നുള്ളത് നമുക്ക് നേരെ തിരിച്ചെഴുതിക്കേ. TAC. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? T കഴിഞ്ഞ് +3 കൂട്ടണം. +3 കൂട്ടുമ്പോൾ TUVW. അടുത്ത എന്താണ്? A കഴിഞ്ഞിട്ട് നമ്മൾ +2 ആണ് ചെയ്യുന്നത്. BC വന്നു. ഇവിടെ എന്താണ്? +1 ആണ് ചെയ്തിരിക്കുന്നത്. D എന്ന് പറയുന്നത്. ഓക്കെ. സെയിം തന്നെയാണ് പെന്നും ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടിക്സ് എങ്ങനെ വരും? ടിക്സിന് നമുക്ക് ആദ്യം റിവേഴ്സ് ഓർഡറിൽ എഴുതാം. XIT എന്ന് വരും. ഇവിടെ എന്ത് ചെയ്യണം? +3 ചെയ്യണം. +3 എന്ന് പറയുമ്പോൾ YZ. നെക്സ്റ്റ് എന്ത് വരും? A വരും. I കഴിഞ്ഞിട്ട് +2 ചെയ്യണം. I കഴിഞ്ഞിട്ട് JK വരണം. T കഴിഞ്ഞിട്ട് +1. T കഴിഞ്ഞിട്ട് എന്താണ്? U ആണ്.
സോ AKU എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി AKU ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Complete the sentence given below using the proper question tag. Question tag ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് നോക്കിക്കേ. I am going to get an email with the details. ഇവിടെ നമുക്കറിയാം എന്താണ് ബേസിക് ആയിട്ട് അറിയാവുന്ന ഒരു കാര്യം എന്താണ്. ഇവിടെ നമുക്ക് ടാഗ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കണം അല്ലെ. കാര്യം ഇവിടെ തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണ്. സോ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഐ ആം ഗോയിങ് ടു ഗെറ്റ് ആൻ ഇമെയിൽ വിത്ത് ദ ഡീറ്റെയിൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആം പ്ലസ് നോട്ട് ആണ് വേണ്ടത്. നമ്മൾ ഒരിക്കലും എന്ത് പറയില്ല? ആം നോട്ട് എന്ന് പറയില്ല. അവിടെ എന്താണ് വരേണ്ടത്? ആറിൻ്റെ ആണ് അല്ലെ. അപ്പൊ ആറിൻ്റെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇഫ് ഐ ഹാഡ് മോർ ടൈം, എനിക്ക് കൂടുതൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്താണ്? ഡാഷ് എന്താ ഡാഷ് ഇട്ട് തന്നിരിക്കുകയാണ്. വിച്ച് among the following is a suitable clause to complete the conditional sentence given above? അതായത് കണ്ടീഷണൽ ക്ലോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? സബോർഡിനേറ്റ് ക്ലോസിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇഫ് ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, വെർബിന്റെ V2 ഫോമും കൂടി തന്നിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലോസ് വരുമ്പോൾ എന്ത് വേണം? അതായത് സബ്ജക്റ്റ് എന്ത് വേണം? കുഡ് വേണം, വുഡ് വേണം, അല്ലെങ്കിൽ എന്ത് വേണം? വുഡ്, കുഡ്, ഷുഡ്, അടുത്ത എന്താണ്? മൈറ്റ് പ്ലസ് V1 ഫോം ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വേണം? വുഡ് ഹെൽപ്പ് യു, ഇവിടെ ഐ വുഡ് ഹെൽപ്പ് യു എന്ന് വരും. ഓക്കെ, ഐ വുഡ് ഹെൽപ്പ് യു. ഇവിടെ ഹാഡ് V2 ഫോം ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് വേണം? കുഡ്, വുഡ്, ഷുഡ്, മൈറ്റ് പ്ലസ് V1 ഫോം ആണ് വേണ്ടത്. വാട്ട് ഈസ് എ സിംഗിൾ വേർഡ് ഫോർ എ മീറ്റിംഗ് അറ്റ് ആൻ അഗ്രീഡ് ടൈം ആൻഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? മീറ്റിംഗ് അറ്റ് ആൻ അഗ്രീഡ് ടൈം ആൻഡ് എ പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇവിടെ എന്താ വരേണ്ടത് നോക്കിക്കേ. ഇത് വരേണ്ട ആൻസർ എന്ന് പറയുന്നത് റോണ്ടവോ എന്ന് പറയുന്ന ഈ ആൻസർ ആണ്. ഇത് വായിക്കുന്നത് അങ്ങനെയാണ്. റോണ്ടവോ എന്ന് പറയുന്നത് RENDEVZOUS ആണ് റോണ്ടവോ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ജസ്റ്റ് നമുക്കൊരു അതായത് നമ്മളൊരു ഫിക്സഡ് ടൈം പറയത്തില്ലേ, ആ സമയത്ത് നമുക്ക് കാണാം, മീറ്റ് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ. ലെറ്റ്സ് ഹാവ് എ റോണ്ടവൂ അറ്റ് ദ കോഫി ഷോപ്പ് അറ്റ് 5 PM. അതായത് നമ്മൾ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു എഗ്രി ചെയ്യുന്ന ഒരു സ്ഥലവും ഒരു പ്ലേസിനെയൊക്കെയാണ് നമ്മൾ റോണ്ടവൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. Pay attention to the usage of the word fast in the sentence given below and decide what part of speech they function in the given order of the respective sentences. If you take the fast train, you should be there in an hour. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഇവിടെ എന്താണ്? ഈ ട്രെയിനിനെയാണ് നമ്മളവിടെ വിശേഷിപ്പിച്ചത് അല്ലെ, വേഗത്തിൽ ഓടുന്ന ട്രെയിൻ എന്നാണ്. അപ്പൊ അവിടെ എന്തായിരിക്കണം? അത് നൗണിനെ വിശേഷിപ്പിച്ചിരിക്കണം. അപ്പൊ അത് അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ഫസ്റ്റ് വൺ അഡ്ജക്റ്റീവ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇത് രണ്ടും അങ്ങനെ വെട്ടിക്കും. പിന്നെ പറയുന്നത് some prisoners began a fast protest against the appalling conditions. ചില എന്താണ് അവർ ഉപവാസമൊക്കെ ഇരുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ അവരെ എതിർക്കും എന്നുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഒക്കെ വരുമ്പോൾ അപ്പൊ അവിടെ ഇത് നൗൺ ആയിട്ടാണ് വരേണ്ടത്. Many religions require their followers to fast. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപവാസം അനുഷ്ഠിക്കുക, നമ്മൾ നോമ്പ് നോക്കുക എന്നൊക്കെ പറയത്തില്ലേ, ആ ഫാസ്റ്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണത്? ഒരു വെർബായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരേ സാധനം തന്നെ അഡ്ജക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്, നൗൺ ആയിട്ട് വന്നിട്ടുണ്ട്, വെർബായിട്ട് വന്നിട്ടുണ്ട്. Rewrite the sentence below using a single word instead of the euphemism underlined. The woman next door has just had a visit from the stock. എന്ന് പറഞ്ഞാൽ എന്താണ്? വിസിറ്റ് ഫ്രം ദ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഡ് എ ബേബി, അതായത് ഒരു കുഞ്ഞുണ്ടായി. അതിനെയാണ് നമ്മൾ യൂഫമിസം, അതായത് നമ്മളിങ്ങനെ ഇത്തിരി പൊലിപ്പിച്ചൊക്കെ പറയത്തില്ല, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ്? ദ വുമൺ നെക്സ്റ്റ് ഡോർ ഹാസ് ജസ്റ്റ് ഹാഡ് എ ബേബി, അത്രയും മതി. വിസിറ്റ് ഫ്രം ദ സ്റ്റോക്ക് എന്നൊക്കെ പറയുന്നത് എന്താണ്? അതിനൊരു കുട്ടി ഉണ്ടായി എന്നുള്ള, കുട്ടിയുണ്ട് എന്നുള്ള മീനിങ്ങിലാണ്. ഓക്കെ, choose the correct form of the verb in brackets to rewrite the sentence given below. Each of the boys to be ആണ് വേണ്ട അല്ലെ, given a medal yesterday. Each of the boys എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ബി ഫോം ആണ് വേണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്നുണ്ട് ഈച്ച് ഓഫ്, വൺ ഓഫ്, നോട്ട് വൺ ഓഫ്, ഗ്രൂപ്പ് ഓഫ്, എവരി വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് വരേണ്ടത്? പ്ലൂറൽ നൗണും ആണ് വന്നിരിക്കുന്നതെങ്കിൽ സിംഗുലർ വെർബ് ആയിരിക്കണം. ഓക്കെ,
ഈച്ച് ഓഫ് ദ ബോയ്സ്. അപ്പൊ ഇവിടെ എന്താണ് ഈച്ച് ഓഫ് വന്നിട്ടുണ്ട്, ദ ബോയ്സ് എന്ന് പറയുന്ന പ്ലൂറൽ നൗൺ ആണ്. സോ ഇവിടെ എന്തായിരിക്കണം, സിംഗുലർ വെർബ് ആയിരിക്കണം വരേണ്ടത്. അപ്പൊ ഇവിടെ സിംഗുലർ വെർബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ് വേണ്ടത്, വാസ് ആണ് വേണ്ടത്. ഓക്കെ, ഈച്ച് ഓഫ് ദ ബോയ്സ് വാസ് ഗിവൺ എ മെഡൽ യെസ്റ്റർഡേ. ഇത് പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്തായാലും ഈസും വേറൊന്നും വരില്ല. അപ്പോൾ ഇവിടെ എന്താണ്, വാസ് ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Complete the sentence given below using the appropriate phrase from a foreign language used an English idiom. He went on dash about the importance of a sense of duty. ഇവിടെ വരേണ്ടത് അഡ്നോസിയം ആണ്. അഡ്നോസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഇങ്ങനെ മുഷിപ്പോ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇങ്ങനെ പൊലിപ്പിച്ച് അതിന്റെ മേന്മ പറഞ്ഞുകൊണ്ടിരിക്കില്ല, അതിനെയാണ് നമ്മൾ അഡ്നോസിയം എന്ന് പറയുന്നത്. ഹി വെന്റ് ഓൺ അഡ്നോസിയം അബൌട്ട്, അതായത് ഡ്യൂട്ടിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റി അയാൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള മീനിങ്ങിലാണ്. Read the sentence given below and respond the direction. Okay, whatever the real origin of the life, the truth is that it was an inevitable given the near drought conditions of the time and the fact that much of the city consisted of densely packed wooden hovels served by an undermanned fire department എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ഹോവൽസ് എന്ന് പറയുന്നതിന്റെ സിനോണിം എന്താന്നാ ചോദിച്ചിരിക്കുന്നത്. ഈ ഹോവൽസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ആണ് ഹട്ട്, കുടിലുകൾ. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഹോവൽസ് എന്ന് പറയുന്നത്. അപ്പൊ മീനിങ് സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ നോക്കിയൊക്കെ ഇത്രയും വലുപ്പത്തിലാണ് എഴുതിയിട്ട് പിടിപ്പിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ ഹോവൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹട്ടാണ്. Fill in the blanks with the correct phrasal verb. If there are any words if you don't understand, നമുക്ക് അല്ലെ എന്തെങ്കിലും വേർഡ്സ് നമുക്ക് അറിയാത്ത ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ലുക്ക് ദം അപ്പ്. അത് എന്ത് ചെയ്യണം, ലുക്ക് ദം അപ്പ് ഇൻ യുവർ ഡിക്ഷണറി. അതിനുള്ളിൽ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അതിനെയാണ് നമ്മൾ ലുക്ക് ദം അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നമുക്ക് ഇവിടെ ലുക്ക് ഇൻടു എന്ന് പറഞ്ഞാൽ എന്താണ്, ലുക്ക് ഇൻടു എന്ന് പറഞ്ഞാലും ഈ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റിഗേറ്റ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ലുക്ക് അറ്റ് ദം എന്ന് പറയുമ്പോഴും എന്താണ്, ലുക്ക് അറ്റ് ദം എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ പറയാം ലുക്ക് അറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ലുക്ക് അറ്റ്, വാച്ച് വരിക. ലുക്ക് അബൌട്ട് എന്ന് പറയുന്നതും ഈ പറയുന്ന സെർച്ച് എന്നുള്ളൊരു മീനിങ്ങിലാണ്, ടു സെർച്ച്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ടു സെർച്ച് ഓർ എന്ത് വരാം നമുക്ക്, എക്സ്പ്ലോർ ആൻ ഏരിയ. ഇതിനെയാണ് നമ്മൾ ലുക്ക് അബൌട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് ലുക്ക് ദം അപ്പ് ഇൻ യുവർ ഡിക്ഷണറീസ് എന്നുള്ളതാണ്. Correct the tense using the appropriate form of the verb in the bracket. എന്താണ്, by this time next month we dash all our exams. അല്ലെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്, നമുക്കറിയാം ഇവിടെ എല്ലാ സാധനങ്ങളും എന്താണ്, ഫ്യൂച്ചറിലാണ് പറയുന്നത്. ബൈ ദിസ് ടൈം അല്ലെ, അടുത്ത മാസം ഇതേ സമയം എന്നുള്ളതാണ്. അപ്പൊ വരാൻ പോകുന്ന കാര്യമാണ്. സോ നമുക്ക് അവിടെ എന്ത് വേണം, അങ്ങനെയുള്ള സാധനങ്ങൾ ഫ്യൂച്ചർ പെർഫെക്റ്റിലായിരിക്കണം പറയേണ്ടത്. ബൈ ദിസ് ടൈം, ബൈ ദ ടൈം, ബൈ നെക്സ്റ്റ് ഇയർ, ബൈ ടുമാറോ, ബൈ ദാറ്റ് ടൈം, അങ്ങനെ കുറെ വേർഡ്സ് ഉണ്ട് അല്ലെ. ബൈ വെച്ച് പറയുമ്പോൾ നമ്മൾ അതിന് വരാൻ പോകുന്ന കാര്യമാണ്. സോ ഇവിടെ വരേണ്ടത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ വേണം. അപ്പോൾ ഇവിടെ എന്താണ്, വിൽ ഹാവ് ഫിനിഷ്ഡ് ഓൾ അവർ എക്സാംസ് എന്ന് വരും അല്ലെ. അടുത്ത മാസം ഈ സമയം ആകുമ്പോഴേക്കും നമ്മുടെ എക്സാംസ് എല്ലാം തീർന്നിട്ടുണ്ടാകും എന്നുള്ളതാണ്. പെങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത്, നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്. പെൺ പ്ലസ് കള്ളാണ് പെങ്ങൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. വിൺ പ്ലസ് തലം വിണ്ടലം അല്ലെ. വെൺ പ്ലസ് നീർ വെണ്ണീർ, കൺ പ്ലസ് നീർ കണ്ണീർ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ദൂലകം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്, ദൂലകം എന്ന് പറഞ്ഞാൽ എന്താണ്, ദൂലകം വിഷമാണ്, വിഷം. ഓക്കെ, ഗൗളി എന്താണ്, ഗൗളി നമുക്കറിയാലേ, പല്ലിയാണ്, പല്ലി. അപ്പൊ ദൂലകം എന്ന് പറഞ്ഞാൽ എന്താണ്, വിഷമാണ്, വിഷം. വിഷത്തിന് നമുക്ക് വേറെ എന്തൊക്കെ പറയാം, നമുക്ക് ഗരളം എന്ന് പറയാം, ഗരളം. അതേപോലെ ഗതം എന്ന് പറയാം, അതേപോലെ ദൂലകം എന്ന് പറയാം. ഇതെല്ലാം എന്താണ്, വിഷത്തിന്റെ പര്യായ പദങ്ങളാണ്. താഴെ പറയുന്നവയിൽ കിണറിന്റെ പര്യായം എന്ന് പറയുന്നത് പ്രഹിയാണ്, പ്രഹി. അപ്പൊ കിണറിന്റെ പര്യായം പഠിച്ചു വെച്ചു. എന്തൊക്കെയാണ്, കൃപം എന്ന് പറഞ്ഞാൽ കിണറാണ്. ഉദ്ധപാനം എന്ന് പറഞ്ഞാൽ കിണറാണ്. പ്രഹി എന്ന് പറഞ്ഞാൽ കിണറാണ്. അന്തു എന്ന് പറഞ്ഞാൽ എന്താണ്, കിണറാണ്. ഓക്കെ, അപ്പൊ കിണറിന്റെ പര്യായ പദങ്ങളാണ് കൃപം, ഉദപാനം, അന്തു എന്നുള്ളതൊക്കെ. നെക്സ്റ്റ് നോക്കാം. മിടുക്കർ എന്ന പദം ഏത് വചനമാണ്? മിടുക്കർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് അലിംഗ ബഹുവചനമാണ് അല്ലെ. മിടുക്കർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, സ്ത്രീലിംഗം ഉണ്ട്, പുല്ലിംഗം ഉണ്ട്. മിടുക്കർ എന്ന് പറയുമ്പോൾ ആൺകുട്ടികളാകാം, പെൺകുട്ടികളാകാം, ആര് വേണമെങ്കിലും ആകാം മിടുക്കർ എന്ന് ഉപയോഗിക്കുന്നത്.
ശ്രദ്ധയോട് കൂടിയവനെ പറയുന്ന പേരാണെന്ത്? ശ്രാദ്ധൻ. ശ്രദ്ധയോട് കൂടിയവൻ ശ്രാദ്ധനാണ്. ഓക്കെ, ആരാണ് നിയോക്താവ്? നിയോക്താവ് എന്ന് പറയുന്നത് നിയോഗിക്കുന്നവനെയാണ് അല്ലെ. ഓരോന്നിനും നമ്മൾ നിയോഗിക്കുന്നവനെ പറയുന്ന പേരാണ് നിയോക്താവ് എന്ന് പറയുന്നത്. ആരാണ് ഹന്തൻ? ഹന്തനല്ല, ഹന്താവ്. നിയോക്താവ് കഴിഞ്ഞാൽ ഹന്താവ്. ഹന്താവ് എന്ന് പറഞ്ഞാൽ കൊല്ലുന്നവനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹന്താവ് എന്ന് പറയുന്നത്, കൊല്ലുന്നവൻ. മുട്ടുശാന്തി എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? മുട്ടുശാന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? താൽക്കാലികമായുള്ള ഒരു ഏർപ്പാടിനെയാണ് മുട്ടുശാന്തി എന്ന് പറയുന്നത്. ഓക്കെ, താൽക്കാലികമായിട്ട് ചെയ്യുന്നതിനെയാണ്. നമ്മളൊരു മുട്ട് കൊടുക്കുന്നു, താൽക്കാലികമായിട്ടൊരു മുട്ട് കൊടുക്കുന്നു, അങ്ങനെ ഓർത്താൽ മതി. താൽക്കാലികമായുള്ള ഏർപ്പാടിനെ പറയുന്ന പേരാണ് എന്ത്? മുട്ടുശാന്തി എന്ന് പറയുന്നത്. uneasy lies the head that wears the crown എന്നതിന്റെ മലയാള പരിഭാഷയാണ് വേണ്ടത്. എന്താണ്? കിരീടം ധരിച്ച ശിരസ് അലസമായിരിക്കും. അലസമായ ശിരസിലാണ് കിരീടം ധരിച്ചിരിക്കുന്നത്. കിരീടം ധരിക്കുന്ന ശിരസ് അസ്വസ്ഥമായിരിക്കും. കിരീടധാരണം എന്താണ്? ബുദ്ധിമുട്ടായിരിക്കുന്നു. uneasy lies the head that wears the crown, അതായത് എന്താണ് പറയുന്നത്? കിരീടം ധരിക്കുന്ന ശിരസ് എപ്പോഴും എന്തായിരിക്കും? അസ്വസ്ഥമായിരിക്കും എന്നുള്ളതാണ്. uneasy lies the head that wears the crown എന്നുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ പദം അത് ഏതാണ്? ദീർഘകന്ധരം എന്ന് പറയുന്നത് ഇതാണ് ശരി വരുന്നത്. കന്ധരം കഴുത്താണ് അല്ലെ, കന്ധരം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇതാണ് ശരിയായിട്ട് വരേണ്ടത്. കൃശം എന്ന പദത്തിന്റെ വിപരീതം ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽഡ് ആണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ക്യാൻസൽ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ എണ്ണമൊക്കെ വളരെ കുറവാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ക്യാൻസലിന്റെ എണ്ണമാണ് ഏറ്റവും കൂടുതൽ. കറക്റ്റ് ക്വസ്റ്റ്യനിലും കൂടുതൽ ക്യാൻസൽ ആയിരിക്കും. താഴെ തന്നിരിക്കുന്നവയിൽ ധാത്രിയുടെ പുല്ലിംഗം. ദാതാവ് ധാത്രി പറയും, പക്ഷെ ഇവിടെ എന്തിട്ടുണ്ട്? ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാതാവ് ധാത്രിയാണ് നമ്മൾ നോർമലി പറയുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നും കൂടി ചിലപ്പോൾ അങ്ങനത്തെ മീനിങ് വരുന്നത് ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അവർ അത് എന്ത് ചെയ്തത്? ക്യാൻസൽ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയുമായിരുന്നു. 30 ക്വസ്റ്റ്യൻസും ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്